ഏവർക്കും മഞ്ഞപ്പാറ ഓൺലൈൻ്റെ പടയൊരുക്കം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചുണ്ട വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഇബ്രാഹിം കുട്ടി മുണ്ടപ്പള്ളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചുണ്ട വാർഡിലെ മുൻ വാർഡ് മെമ്പർ എന്ന പരിചയസമ്പത്തുമായാണ് ഇബ്രാഹിം കുട്ടി മുണ്ടപ്പള്ളി ഇപ്രാവശ്യം വീണ്ടും കളത്തിലിറങ്ങുന്നത്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ മറക്കാതെ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ലാഭം കാംക്ഷിക്കാതെ ചാഞ്ചാട്ടമില്ലാത്ത ഉറച്ച മനസ്സോടെ ജനങ്ങളോടൊപ്പം നിന്നാണ് ഇബ്രാഹിം കുട്ടി മുണ്ടപ്പള്ളി വീണ്ടും തിരഞ്ഞെടുപ്പിൻ്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം വാർഡ് മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ വികസനങ്ങളിലോ ക്ഷേമ പ്രവർത്തനങ്ങളിലോ യാതൊരു പക്ഷഭേദവും കാണിച്ചിട്ടില്ല എന്നതാണ് ഇബ്രാഹിം കുട്ടി മുണ്ടപ്പള്ളിയുടെ ഭാഷ്യം. ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? ഇലക്ഷൻ പ്രചരണം ഊർജിതമായി സജീവമായിട്ട് നടക്കുകയാണ്. ഓരോ വീടുകളിൽ കയറുമ്പോൾ എല്ലാ വീടുകളിലും അവരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? എല്ലാ വീടുകളിലും കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായ ബന്ധമുള്ള വീടുകളാണ്. അതിൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ആ വീടുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇലക്ഷൻ സംബന്ധമായുള്ള കാര്യങ്ങളല്ലാതെ നമ്മുടെ ഉള്ള സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു പോവുകയാണ്. വിജയപ്രതീക്ഷ 100% ഇപ്പോൾ ഈ ചുണ്ട വാർഡിനെ കുറിച്ച് പറയുമ്പോൾ UDF ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളാണ് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും. UDFൻ്റെ ഇപ്പോൾ രണ്ടുപേരും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത്തരം സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം ഇത് മുൻകാലങ്ങളിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ മരണപ്പെട്ടു നമ്മളെ എബ്രഹാം എലിഞ്ഞുകൊണ്ട് ഉൾക്കാലത്ത് തന്നെ ആണ് ഇവിടെ യഥാർത്ഥത്തിൽ UDFൻ്റെ സംവിധാനത്തിൽ ഒരു സീറ്റ് സംവിധാനം നമുക്ക് നിലവിൽ വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലും ഇന്ന് നിലവിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾ ഇവിടെ എനിക്കെതിരെ റിബലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാം തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വാർഡിൽ നമ്മൾ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് 2ാം ഘട്ടം, ഇപ്പോൾ 3ാമതാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ മൂന്നാമത് വരുമ്പോഴും ഈ പറയുന്ന അന്ന് ഞാൻ ആദ്യമായി അന്നത്തെ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് രാജ് തിരഞ്ഞെടുപ്പിൽ 2005 മത്സരിക്കുമ്പോൾ അന്ന് എനിക്കെതിരെ റിബലായിട്ട് വന്ന ആളാണ് ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അന്നും ഇദ്ദേഹത്തിനെ ഈ പിന്താങ്ങി നിന്നിട്ടുള്ള ഒരു ഭാഗം ആളുകൾ നിലവിലുണ്ട്. ഇന്നും അത് നടക്കുന്നു. അപ്പോൾ അത് ആ രീതിയിൽ അങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് പറയുവാനുള്ളത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സംസ്ഥാന തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചില വിഷയങ്ങളാണ്. സംസ്ഥാന തലത്തിൽ UDFൻ്റെ നേതൃത്വങ്ങൾ തമ്മിൽ കുഞ്ഞാലിക്കുട്ടിയായാലും BD സതീശനായാലും ഇങ്ങനെ ഉള്ള ഫോറങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം പൊതുവേ ഉണ്ട്. ആ പൊതുവെയുള്ള തീരുമാനം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഏത് കക്ഷികളാണ് അതാത് വാർഡുകളിൽ മത്സരിച്ചിരുന്നത്, കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ RSP ആകട്ടെ, ഏത് സീറ്റുകളിൽ അതാത് കക്ഷികൾ മത്സരിച്ചിരുന്നോ ആ സീറ്റ് ധാരണ വരുമ്പോൾ ആ സീറ്റ് ആ കാലങ്ങളിൽ മത്സരിച്ചിരുന്ന കക്ഷികൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു പൊതുധാരണ സംസ്ഥാന തലത്തിലുണ്ട്. ഈ ധാരണ ഇവിടെ മറികടന്ന് ഉള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇനി അതിനേക്കാൾ ഏറെ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രദേശത്ത് ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അന്തരീക്ഷത്തിൽ ഇവിടെയുള്ള UDFൻ്റെ ചില നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പറയുന്നു എപ്പോഴും ഞാനാണ് ചർച്ചകൾ വഴിമുട്ടിക്കുന്നത് എന്നുള്ള ഒരു ഇത് അവർ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കൊണ്ട് ഇപ്രാവശ്യത്തെ ചർച്ചകളിൽ പൂർണ്ണമായി മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരുവിധ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതേപോലെ തന്നെ ചുണ്ട വാർഡ് ഒഴികെയുള്ള ഒരു വാർഡിലും ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. 58 വർഷത്തോളം നമ്മുടെ ഈ വാർഡിൽ ചുണ്ട വാർഡിൽ ഞാൻ വിജയിച്ചു വന്നതിന് ശേഷം പഞ്ചായത്ത് പരമായിട്ട് ഉള്ള ഗ്രാമീണ റോഡുകളിൽ 58 വർഷമായിട്ട് ഒരനക്കവുമില്ലാതെ മൺറോഡുകളായി നിലനിന്നിരുന്ന 11 റോഡുകൾ ഞാൻ കോൺക്രീറ്റ് റോഡുകളിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന 11 റോഡുകൾ ഞാൻ പഞ്ചായത്തിൻ്റെ പദ്ധതി ഫണ്ടുകളിലുള്ള പ്ലാൻ ഫണ്ടുകളിലുള്ള വിഹിതങ്ങൾ വെച്ചിട്ടാണ് ഈ പറയുന്ന 11 റോഡുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. വിജയിച്ചു വരികയാണെങ്കിൽ ഇനി ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയായിരിക്കും? വിജയിച്ച് വരികയാണെങ്കിൽ എനിക്ക് ഈ വാർഡിൽ കൊണ്ടുവരാനുള്ള വിവിധ പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് കൊണ്ടുവരികയും ചെയ്യും. അതിൽ പ്രധാനപ്പെട്ടത് ചുണ്ട ഗവൺമെൻറ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കുറേ ഏറെ ചെയ്യുവാനുണ്ട്. അതിനുള്ള ഫണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന ബെഡ് സ്കൂളിൽ അതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ആ ഉള്ളിലേക്ക് കടന്നു പോകാത്ത വാഹനങ്ങൾ കാരണം അവിടെ വരുന്ന ഈ പറയുന്ന
മക്കൾ ഏറെ ദുരിതത്തിലാണ്. അവിടെ ഈ ബഡ് സ്കൂളിലേക്ക് ഈ സ്കൂൾ സൗജന്യമായി ബസ് തന്നപ്പോൾ അതിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു വഴി സംവിധാനം കൂടി അദ്ദേഹം ബസ് വിട്ടുതന്നിട്ടുണ്ട്. ആ വസ്തുവിനെ വിനിയോഗിച്ചത് കൊണ്ട് തന്നെ ആ റോഡ് വിപുലപ്പെടുത്തി അവിടേക്ക് വാഹന ഗതാഗതം സംവിധാനത്തിൽ ഈ ഗ്രൗണ്ടിലേക്ക് വാഹനം ചെന്നെത്തുന്ന, സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വാഹനം ചെന്നെത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മളെ ചുണ്ട കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ മനസ്സിലുണ്ട്. അവിടെ ഈ പറയുന്ന വെള്ളക്കെട്ട് നിരന്തരമായി ബാധിക്കുന്ന ഒരു പ്രദേശമാണ് ചുണ്ട. അവിടെ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പിഴപിടിയുമായി ബന്ധപ്പെട്ട് വേണ്ട സംവിധാനങ്ങൾ അവിടെ ചെയ്യും. ഇതേപോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഗ്രാമീണ റോഡുകളിൽ മിക്കതും ഏകദേശം 11 റോഡോളം എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കോൺക്രീറ്റ് ചെയ്തിരുന്നു. ഈ പറയുന്ന ഭാഗങ്ങളിലുള്ള പോരായ്മകൾ കൂടി നികത്തിക്കൊണ്ട് ഈ ഗ്രാമീണ റോഡുകൾ കൂടി പട്ടാണിമുക്ക് പ്രദേശത്തുള്ള ഈ പറയുന്ന മുഴുവൻ ഗ്രാമീണ റോഡുകളും കോൺക്രീറ്റ് സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഗതാഗത സംവിധാനം ഉണ്ടാക്കും. മഞ്ഞപ്പാറ ഓൺലൈൻ്റെ വിജയാശംസകൾ നേരുകയാണ്. എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഇബ്രാഹിം കുട്ടി മുണ്ടപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. മുൻ വാർഡ് മെമ്പറായിരുന്ന പരിചയസമ്പത്ത് അദ്ദേഹത്തെ തുണയ്ക്കുമോ ഇല്ലയോ എന്ന് ഡിസംബർ 13 വോട്ടെണ്ണൽ നാൾ വരെ നമുക്ക് കാത്തിരിക്കാം.